ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇതുപോലെ 2 ലെയേഴ്സ് ഉള്ള ഒരു ഫ്ലവറാണ്. സീക്വൻസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാം. ഇതുപോലെ ഒരു 2 റോ ഇങ്ങനെ വരച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ കൂടെ നൂലെടുക്കുക. ഞാൻ നീഡിൽ നമ്പർ 12 നീഡിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു സീക്വൻസ് നമ്മൾ അടിയിൽ കൂടെ കുത്തി ഇട്ടു. പിന്നെ ആ ലെയറിലേക്ക് ഇറക്കി. ഇങ്ങനെ വരും. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂചി എടുത്തിട്ട് ഓവർലാപ്പ് ഇതിൻ്റെ മേളിലായിട്ട് ഈ സീക്വൻസ് വരണം. മേളിലായിട്ട് എന്ന രീതിയിൽ സീക്വൻസ് കുത്തുക. കണ്ടോ? മേളിലായിട്ട് വരണം. അതായത് ഒരു സീക്വൻസിൻ്റെ മേളിൽ ഒരു സീക്വൻസ് അങ്ങനെ അടുത്തടുത്തായിട്ട് വെക്കണം. സീക്വൻസ് എടുക്കുക, ഇതിൻ്റെ നിയർ കുത്തുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. അതിനുശേഷം ഇനി സെക്കൻഡ് റോയിലേക്കാണ് ഇനി അടുത്ത ലേയേഴ്സ് ഇത് പോകാനുള്ളത്. ഇത് നേരെ താഴെ കുത്ത്. ഒന്നിൻ്റെ മേലിൽ ഒന്നായിട്ടുള്ള രീതിയിൽ സീക്വൻസ് വെക്കണം. ഇപ്പം ഇത് ഒരു ലെയർ ഇത്രയും കഴിഞ്ഞു കേട്ടോ. രണ്ട് ലെയർ കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ നടുക്ക് ഒരു ഗോൾഡൻ ബോൾ കൊടുക്കണം. ഇതുപോലത്തെ ഒരു ഗോൾഡൻ ബോൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ തീർന്നു. ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നത്. Please subscribe my YouTube channel and like my videos. Thank you all. God bless you.